പ്രിയമുള്ളവരെ, സ്ഥാനാർത്ഥി കൂടുതൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രസംഗങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇവിടെ പ്രിയങ്കരനായ സഖാവ് കടകംപള്ളി പറഞ്ഞ് അവസാനിപ്പിച്ച വാക്കുകൾ ഞാനത് ഒന്നുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ് നേതാക്കന്മാർ സംസാരിച്ചത്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, നമുക്ക് ജയിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പക്ഷെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോ വീട്ടിൽ ആകാശവാണി റേഡിയോ തുറക്കാൻ നിവൃത്തിയില്ല, ചാനലുകൾ തുറക്കാൻ നമുക്ക് നിവൃത്തിയില്ല. ആരുടെയും ഗ്യാരണ്ടി നെഞ്ചത്തടിയും വിളിയുമായിട്ട് വരികയാണ്. പറയുന്നത് കേട്ടാൽ എല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെയാണല്ലോ ഗ്യാരണ്ടിയുടെ കഥ പറയുന്നത്. എന്തൊക്കെയാണ് ഗ്യാരണ്ടി പറയുന്നത്? ഇപ്പോ പ്രായമുള്ളവരെ കൊണ്ട് ഗ്യാരണ്ടി പറച്ചിൽ നിർത്തി കൊച്ചു മക്കളെ കൊണ്ട് ഗ്യാരണ്ടി പറയിക്കുകയാണ്. 2028 ആകുമ്പോൾ റേഷൻ കടയിൽ ചെന്നാൽ സൗജന്യമായി നൽകും. ഇത് ആരുടെയോ ഗ്യാരണ്ടിയാണ്. 2028 ഈ ഗവൺമെന്റ് തിരിച്ചു വരും. അന്ന് എല്ലാവർക്കും സൗജന്യമായിട്ട് അരി കിട്ടാനാണോ? നിങ്ങൾ വനിതകളാണല്ലോ ഏറ്റവും മുമ്പിലിരിക്കുന്നത്. 33% സംവരണം എപ്പോ? ഇനി 5 വർഷം കഴിഞ്ഞ്. അങ്ങനെയാണല്ലോ നിയമം ഉണ്ടാക്കി വെച്ചത്. അപ്പൊ എല്ലാം അങ്ങോട്ട് അഡ്വാൻസ് ചെയ്തിട്ടാണ്. അപ്പോ അരിയുടെ കാര്യത്തിൽ റേഷൻ കടയിൽ ചെന്നാൽ സൗജന്യ അരി 2028 അതിന് ആരോ ഗ്യാരണ്ടി. വീടുകളിലെല്ലാം പൈപ്പ് വെള്ളം, കുടിവെള്ളം, അതിനും ഗ്യാരണ്ടി. എല്ലാവർക്കും സന്തോഷമാണ്. ഇനി ടാപ്പ് തുറന്ന് ഇഷ്ടം പോലെ വെള്ളമെടുക്കാം, പൈസ അടയ്ക്കണ്ട, അതിനാരോ ഗ്യാരണ്ടി. പക്ഷെ പൈസ അടച്ചില്ലെങ്കിൽ കട്ട് ചെയ്യുമെന്നുള്ള കാര്യം വേറെ. എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ. ഇവിടെ ഇപ്പോഴും നമ്മൾ മറുപടി കൊടുക്കുകയാണ്. ആ ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള മറുപടി കൊടുക്കുകയാണ്. അതിനും ഗ്യാരണ്ടി. എന്താ സ്ഥിതി? കർഷകരായിട്ടുള്ള ആളുകൾക്കെല്ലാം വർഷം 6000 രൂപ. ഞാൻ വർക്കല നിയമസഭാ മണ്ഡലത്തിലെ MLA ആണ്. ഇതിനകം എൻ്റെ അടുത്ത് നിന്ന് 25 കർഷകർ വന്നതാണ്. എന്താ കാരണം? അവർ 4 മാസം കൂടുമ്പോൾ 2000 രൂപ അവരുടെ അക്കൗണ്ടിൽ വന്നിരുന്നു. ഇപ്പോൾ അന്വേഷിക്കാൻ ഒരു ഏജൻസി വന്നിരിക്കുകയാണ്. പലർക്കും പൈസ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്ത് ഗ്യാരണ്ടിയാണ്? 438 രൂപയായിരുന്നു ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വില. ഈ ഗ്യാരണ്ടിക്കാർ വരുമ്പോൾ ഇപ്പൊ എത്രയായി? 1200. കഴിഞ്ഞ ദിവസം പറഞ്ഞു 100 രൂപ കുറയ്ക്കാം. 100 രൂപ കുറയ്ക്കാം. എന്ത് ഗ്യാരണ്ടിയാണ്? അപ്പോ ഈ ഗ്യാരണ്ടി തട്ടിപ്പാണ്. പക്ഷെ ഇവിടെ ഒരു മനുഷ്യനുണ്ട് കേരളത്തിൽ. ആ മനുഷ്യന്റെ ഗ്യാരണ്ടിയാണ് എന്ന് ഈ നാട് സമ്മതിക്കുന്നു. അതാണ് സഖാവ് പ്രിയങ്കരനായ കടകംപള്ളി പറഞ്ഞത്. 1600 ഞങ്ങൾ നിർത്തുന്നില്ല, 2500 ഞങ്ങളുടെ ഗ്യാരണ്ടി. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്നെ കുറിച്ച് നിങ്ങളോട് പറയുന്നില്ല. സുരേന്ദ്ര സാർ വളരെ വിശദമായി പറഞ്ഞു. SFIയുടെ ജില്ലാ പ്രസിഡന്റ്